വെറുതെ ഒരു ചായ അടിക്കുക എന്നതിനേക്കാളിലും ഫ്രണ്ട്സുമായിട്ട് ചായ കുടിക്കുക, കുറേ സംസാരിക്കുക, പരസ്പരം കളിയാക്കുക, അങ്ങനെ നമ്മുടെ വൈകുന്നേരങ്ങൾ കളറാക്കുക എന്നാണല്ലോ നമ്മുടെ ഒരു ലൈൻ. ഞങ്ങളുടെ വീടിനടുത്ത് അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അതാണ് നമ്മുടെ ഈ വെള്ളാണിക്കപ്പാറ. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ഇവിടെ വന്നു തുടങ്ങിയതാണ്. ഇപ്പോൾ കൂടെ പഠിച്ചവർ കുട്ടികളുമായി നമുക്ക് മുന്നേ പാറയിലേക്ക് പോകുന്നതാണ്. പാറയിൽ ഇങ്ങനൊരു ചായക്കട വന്നിട്ട് അധികം നാളാകുന്നില്ല. എന്നാൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ചേട്ടൻ്റെ ചായയും കടികളും ഒക്കെ നമ്മുടെ ഫേവറേറ്റായി മാറി. ഇവിടെ എത്തുമ്പോൾ ദൂരെ നിന്ന് ഓടി വന്ന് ബൈക്കിന്റെ മുന്നിൽ വാലാട്ടി നിൽക്കുന്ന ഈ പ്രിയപ്പെട്ടവർ ഒരു കവർ പാർലേജി ബിസ്ക്കറ്റ് കിട്ടുമ്പോൾ ആത്മമിത്രമായി മാറുകയാണ്. പാവങ്ങൾ, എന്ത് നന്ദിയുള്ള മൃഗങ്ങൾ. ചായയ്ക്ക് ശേഷം ഈ പാറയിലെ പ്രശസ്തമായിട്ടുള്ള സൺസെറ്റ് കാണണം. ഓരോ സൺസെറ്റും ഓരോ എക്സ്പീരിയൻസ് ആണെന്നാണല്ലോ. അങ്ങനെ ഇളം കാറ്റേറ്റ് പാറപ്പുറത്തിരിക്കും, കൂട്ടുകാരുമായി കുറേ സംസാരിക്കും. സത്യം പറഞ്ഞാൽ അന്നേരമാണ് മനസ്സൊന്ന് തണുത്ത് പ്രശ്നങ്ങളൊക്കെ മറന്ന് സുഖമായിരിക്കുന്നത്. പാറയിലെ അമ്പലം എല്ലാ വെള്ളിയാഴ്ചയും തുറക്കാറുണ്ട്. ഇവിടെ താഴെ ഒരു ഗുഹയുണ്ട്. ആദ്യമൊക്കെ അവിടെ പോകുമായിരുന്നു. പിന്നീട് സദാചാര ഗുണ്ടായുസവും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ സ്ഥിരമായതുകൊണ്ട് പോലീസ് എപ്പോഴും ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങോട്ട് പോകാറുമില്ല. ഇതിനേക്കാൾ ബുദ്ധിമുട്ട് ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നതാണ്. വരുന്നവരും പോകുന്നവരും മാലിന്യമിട്ട് നശിപ്പിക്കുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. എത്ര മാറ്റങ്ങൾക്ക് ശ്രമിച്ചാലും കുറച്ചുപേർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. രാത്രി സമയങ്ങൾ പ്രകാശമയമാക്കാൻ പുതിയ ലൈറ്റുകൾ വെച്ചത് ഒരാഴ്ചയ്ക്കുള്ളിൽ അടിച്ചു തീർത്തവരാണ്. അതുപോലെ തന്നെ മദ്യസേവയ്ക്ക് ശേഷം ആ കുടിച്ച കുപ്പി അടിച്ചു പൊട്ടിച്ചിടുന്നവർ. അങ്ങനെ കണ്ടാൽ ക്ഷമ തകർന്നു പോകുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ഉടനെ ടൂറിസം മേഖലയിൽ ഉൾപ്പെടുത്തി വ്യക്തമായ മാറ്റങ്ങൾ വരുമെന്നാണ് പ്രതീക്ഷ. ഇങ്ങനെയാണെങ്കിലും നമുക്ക് ഈ പാറ ഒരു പ്രധാന കേന്ദ്രം തന്നെയാണ്. ഇവിടെ വന്നിരുന്നാൽ കിട്ടുന്ന മനസ്സമാധാനം അതൊന്ന് വേറെയാണ്.